നമസ്കാരം. ഒമാൻ വാർത്തകൾ. ഒമാനിലെ വാർത്തകളും വിശേഷങ്ങളും വേഗത്തിൽ അറിയുവാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഒമാനിലെ മഴയിൽ മരണം 21ആയി. മഴയെ തുടർന്ന് ഒമാനിൽ മരണപ്പെട്ടവരുടെ എണ്ണം 21ആയി ഉയർന്നു. മഹൂത്തിൽ കാണാതായ സ്വദേശി വനിതയുടെയും സഹമിൽ കാണാതായ പ്രവാസിയുടെയും മൃതദേഹം വ്യാഴാഴ്ച രാവിലെയോടെ കണ്ടെത്തി. സഹമിൽ നിന്ന് ബുധനാഴ്ച വൈകിട്ടോടെ പ്രവാസി ബാലികയുടെയും മൃതദേഹം കണ്ടെത്തിയിരുന്നു. 11 കുട്ടികളും പ്രവാസി മലയാളികളും മരിച്ചവരിൽപ്പെടുന്നു. രാജ്യമെങ്ങും വീശിയടിച്ച കനത്ത കാറ്റിലും മഴയിലും വ്യാപക നാശമാണുണ്ടായത്. നിരവധി പ്രദേശങ്ങൾ വെള്ളത്തിലാവുകയും വാഹനങ്ങൾ അടക്കമുള്ളവ ഒലിച്ചു പോവുകയും ചെയ്തു. മരങ്ങൾ, വൈദ്യുത പോസ്റ്റുകൾ, സിഗ്നലുകൾ തുടങ്ങിയവ നിലം പതിച്ചപ്പോൾ ചിലയിടങ്ങളിൽ അപകടങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. നിരവധി കടകളിലാണ് വെള്ളം കയറിയത്. വലിയ നാശനഷ്ടമാണ് വിവിധ ഗവർണറേറ്റുകളിൽ കണക്കാക്കുന്നത്. കനത്ത കാറ്റിലും മഴയിലും പ്രളയത്തിലും അകപ്പെട്ട 1000-ലധികം പേരെ രക്ഷപ്പെടുത്തുകയും 600-ലധികം ആളുകളെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റുകയും ചെയ്തു. ദിവസങ്ങൾക്കിടെ 1630 പേരെ രക്ഷപ്പെടുത്തിയതായും 630 പേരെ സുരക്ഷിത കേന്ദ്രങ്ങളിൽ എത്തിച്ചതായും പോലീസ് വ്യക്തമാക്കി. ഏവിയേഷൻ വിഭാഗം ഹെലികോപ്റ്ററിൽ 50ഉം മറ്റു വാഹനങ്ങൾ ഉപയോഗിച്ച് 152 രക്ഷാപ്രവർത്തനങ്ങളാണ് ഈ ദിവസങ്ങളിലായി നടത്തിയത്. പ്രതികൂല കാലാവസ്ഥയിൽ ദുരിതം അനുഭവിക്കുന്ന പ്രദേശങ്ങളിൽ സുരക്ഷാ വിഭാഗങ്ങളുടെ കരുതൽ നടപടികൾ തുടരുന്നു. ഉയർന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് അത്യാവശ്യ വസ്തുക്കൾ ലഭ്യമാക്കുകയാണ് അധികൃതർ. വാദി ബനി ഖാലിദ് പ്രദേശവാസികൾക്ക് ഭക്ഷ്യവസ്തുക്കൾ റോയൽ ഒമാൻ പോലീസ് ഏവിയേഷൻ വിഭാഗം വിതരണം ചെയ്തു. ഉയർന്ന സ്ഥലങ്ങളിൽ നിന്നുള്ളവരുടെ സുരക്ഷ കൂടി മുൻനിർത്തിയാണ് സാധനങ്ങൾ ഇവിടങ്ങളിൽ എത്തിച്ചു നൽകിയത്. ശുചീകരണം പുരോഗമിക്കുന്നു. ഒമാനിൽ മഴയെ തുടർന്ന് വൃത്തിഹീനമായ റോഡുകളും പൊതുയിടങ്ങളും ശുചീകരിക്കുന്ന പ്രവൃത്തിയിലേർപ്പെട്ട് വിവിധ മുനിസിപ്പാലിറ്റികൾ. മസ്കറ്റ്, ദാഖിലിയ, ബുറൈമി, ബാത്തിന, ഷാർക്കിയ ഗവർണറേറ്റുകളിൽ ഉൾപ്പെടെ കനത്ത മഴയാണ് കഴിഞ്ഞ ദിവസം വിവിധ സ്ഥലങ്ങളിൽ ലഭിച്ചത്. പ്രദേശങ്ങളിലെല്ലാം വലിയ തോതിൽ മാലിന്യം റോഡുകളിലേക്ക് ഒഴുകിയെത്തി. റോഡുകളിൽ വെള്ളക്കെട്ടുകളും രൂപപ്പെട്ടിട്ടുണ്ട്. നഗരസഭകളുടെ നേതൃത്വത്തിൽ വിവിധ പ്രദേശത്തെ റോഡുകളിലെ കെട്ടിക്കിടക്കുന്ന വെള്ളം ഒഴിവാക്കി വരികയാണ്. മഴയിൽ അടിഞ്ഞുകൂടിയ മണൽ, പൊടി, മാലിന്യം തുടങ്ങിയവയാണ് മുനിസിപ്പാലിറ്റി വൃത്തിയാക്കിയത്. മഴയോടൊപ്പം ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകിയിരുന്നു. ഇവയും റോഡുകളിൽ നിന്നും പൊതു ഇടങ്ങളിൽ നിന്നും നീക്കം ചെയ്തു വരികയാണ്. വിവിധ സ്ഥലങ്ങളിൽ പ്രദേശവാസികളും ശുചീകരണ പ്രവൃത്തിയിൽ പിന്തുണയുമായി രംഗത്തുണ്ട്. വിവിധ ഗവർണറേറ്റുകളിൽ മഴയെ തുടർന്ന് തകർന്ന റോഡുകളിലെ അറ്റകുറ്റപ്പണികൾ പുരോഗമിക്കുന്നു. ഗതാഗത ആശയവിനിമയ വിവര സാങ്കേതിക മന്ത്രാലയത്തിന് കീഴിലാണ് പ്രവൃത്തികൾ പുരോഗമിക്കുന്നത്. നഗരസഭകളുടെ നേതൃത്വത്തിൽ വഴികളിലെ തടസ്സങ്ങൾ നീക്കുകയും ചെയ്യുകയാണ്. വലിയ കേടുപാടുകൾ സംഭവിച്ച റോഡുകൾക്ക് പകരം താൽക്കാലിക പാതകൾ ഒരുക്കും. വടക്കൻ ഗവർണറേറ്റുകളിലാണ് വലിയ തോതിൽ റോഡുകൾ ശക്തമായ മഴയിൽ കേടുപാടുകൾ സംഭവിച്ചിരിക്കുന്നത്. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്ന് ആളുകൾ വീടുകളിലേക്ക് മടങ്ങുന്നു. മഴ മാറുകയും വെള്ളം ഇറങ്ങുകയും ചെയ്തതോടെ രാജ്യത്തെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്നും ആളുകൾ വീടുകളിലേക്ക് മടങ്ങുന്നു. അടിയന്തര സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ നാഷണൽ കമ്മിറ്റി ഫോർ എമർജൻസി മാനേജ്മെൻറ്റ്സിൻ്റെ കീഴിൽ വിവിധ ഗവർണറേറ്റുകളിൽ 143 ദുരിതാശ്വാസ കേന്ദ്രങ്ങളാണ് തുറന്നിരുന്നത്. പ്രവാസികളും തദ്ദേശവാസികളും ഉൾപ്പെടെ ആയിരക്കണക്കിന് പേർ ദുരിതാശ്വാസ കേന്ദ്രങ്ങളിലെത്തി. നിരവധി കുടുംബങ്ങൾ ഉൾപ്പെടെ ക്യാമ്പ് വലിയ ആശ്വാസമായിരുന്നു. ഷട്ടറുകളിലെത്തിയവർക്ക് ആവശ്യമായ എല്ലാ സേവനങ്ങളും ഇവിടങ്ങളിൽ നിന്ന് ലഭ്യമാക്കുകയും ചെയ്തു. മുസന്തം ഗവർണറേറ്റിലെ കംസർ ഗ്രാമത്തിൽ നിന്നും റോയൽ നേവി ഓഫ് ഒമാൻ ബോട്ടുകളിലും ഹെലികോപ്റ്ററുകളിലുമായി ദുരിതാശ്വാസ കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയ കുടുംബങ്ങളെ ഇന്നലെ വീടുകളിലേക്ക് തിരിച്ചയച്ചു. ഈ പ്രദേശത്തിൽ മഴ ഒഴുകുകയും അപകട സാഹചര്യം മാറുകയും ചെയ്തതിന് പിന്നാലെയാണ് ഇവരെ തിരികെ വീടുകളിൽ എത്തിച്ചത്. കുറിയാത്തിൽ കാരവൻ കത്തി നശിച്ചു. മസ്കറ്റ് ഗവർണറേറ്റിലെ കുറിയാത്ത് വിലായത്തിലെ ദക്മർ പ്രദേശത്തുള്ള കൃഷിയിടത്തിൽ തീപിടുത്തം. ഇവിടെയുണ്ടായിരുന്ന തൊഴിലാളികളുടെ താമസ സ്ഥലമാണ് കത്തി നശിച്ചത്. സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗം അറിയിച്ചു. സംഭവത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല. അഗ്നിശമന സേനയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. തീപിടുത്തങ്ങൾ ഒഴിവാക്കുന്നതിന് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു. ഒമാനിൽ ഏപ്രിൽ 24 മുതൽ വീണ്ടും മഴയെത്തും. ഒമാനിൽ വരും ആഴ്ചയിലും മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം റിപ്പോർട്ട്. പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടുമെന്നും ഏപ്രിൽ 24-നും 25-നും രാജ്യത്തും വീണ്ടും മഴയെത്തുമെന്നും കാലാവസ്ഥാ നിരീക്ഷകൻ മുഹമ്മദ് അൽ മശൈഗി പറഞ്ഞു. വരുന്നയാഴ്ചയിൽ വീണ്ടും കാലാവസ്ഥാ മാറ്റമുണ്ടെന്ന് നാഷണൽ മൾട്ടി ഹാൻഡ്സ് ഏർലി വാർണിംഗ് സെൻറ്റർ മുന്നറിയിപ്പുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഡയറക്ടർ ജനറൽ അബ്ദുള്ള അൽ ഗാദൂരി പറഞ്ഞു. അതേസമയം തുടർച്ചയായി 4 ദിവസം ദുരിതം നിറച്ച് പെയ്തിറങ്ങിയ മഴ മാറി മാനം തെളിയുകയാണ് രാജ്യത്തെങ്ങും. ചില സ്ഥലങ്ങളിൽ ഇന്നലെ നേരിയ മഴ പെയ്തിറങ്ങിയെങ്കിലും മിക്ക സ്ഥലങ്ങളിലും വെളിച്ചമുള്ള കാലാവസ്ഥയാണ്.
റോഡുകളിലും മറ്റും ഉണ്ടായ തടസ്സങ്ങൾ നീക്കുന്നതിനും കെട്ടിക്കിടക്കുന്ന വെള്ളം ഒഴിവാക്കുന്നതിനുമുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്. ഒമാനിലെ വിവിധ ഭാഗങ്ങളിൽ മയക്കുമരുന്ന് വേട്ട. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വ്യത്യസ്ത മയക്കുമരുന്ന് വേട്ട നടത്തി റോയൽ ഒമാൻ പോലീസ്. ദോഫാർ ഗവർണറേറ്റിൽ കടൽ വഴി രാജ്യത്തേക്ക് കടത്താൻ ശ്രമിച്ച 1200 പാക്കറ്റ് ഘാട്ട് പോലീസ് പിടിച്ചെടുത്തു. കോസ്റ്റ് ഗാർഡ് നടത്തിയ പരിശോധനയിലാണ് മയക്കുമരുന്നുമായി അറബ് രാജ്യക്കാരായ 4 പേർ പിടിയിലായത്. മറ്റൊരു സംഭവത്തിൽ 65 കിലോഗ്രാം ക്രിസ്റ്റൽ മെത്ത്, 40 കിലോഗ്രാം ഹാഷിഷ് എന്നിവയുമായി 5 പ്രവാസികൾ അറസ്റ്റായി. പ്രതികൾ ഏഷ്യൻ രാജ്യക്കാരാണ്. 2 സംഭവങ്ങളിലും പ്രതികൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചു. സെമി പോരാട്ടത്തിന് ഒമാൻ ഇന്നിറങ്ങും. ICC 2020 പ്രീമിയർ കപ്പ് സെമി പോരാട്ടത്തിന് ഒമാൻ ഇന്നിറങ്ങും. മറാത്തിലെ ഒമാൻ ക്രിക്കറ്റ് അക്കാദമി ഗ്രൗണ്ടിൽ ഉച്ചതിരിഞ്ഞ് 2:30 മത്സരം ആരംഭിക്കും. ഹോങ്കോങ് ആണ് എതിരാളികൾ. ഗ്രൂപ്പ് ഘട്ടത്തിൽ 4 മത്സരങ്ങളിലും വിജയം സ്വന്തമാക്കി 1ാം സ്ഥാനക്കാരായാണ് ഒമാൻ സെമിയിലെത്തിയത്. ഗ്രൂപ്പ് എയിലെ 2ാം സ്ഥാനക്കാരായിരുന്നു ഹോങ്കോങ്. എന്നാൽ ടൂർണമെൻറ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയവരിൽ 2ാം സ്ഥാനത്തും ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയവരിൽ 1ാം സ്ഥാനത്തുള്ള താരങ്ങൾ അണിനിരക്കുന്ന ഹോങ്കോങ്ങിനെതിരെയുള്ള മത്സരം ആതിഥേയർക്ക് എളുപ്പമാകില്ല. ഇന്ന് നടക്കുന്ന ആദ്യ സെമി പോരാട്ടത്തിൽ നേപ്പാൾ UAE നേരിടും. രാവിലെ 10 മണിക്കാണ് മത്സരം. സെമി വിജയികൾ 21 നടക്കുന്ന ഫൈനലിൽ ഏറ്റുമുട്ടും. ഇന്നത്തെ സെമി പോരാട്ടത്തിൽ തോൽവി വഴങ്ങുന്നവർ നാളെ 3ാം സ്ഥാനക്കാർക്കായുള്ള മത്സരത്തിൽ ഏറ്റുമുട്ടും. ഹൃദയാഘാതത്തെ തുടർന്ന് ആലപ്പുഴ സ്വദേശി ഒമാനിൽ മരണപ്പെട്ടു. ആലപ്പുഴ സ്വദേശി ഹൃദയാഘാതം മൂലം ഒമാനിൽ നിര്യാതനായി. ചെങ്ങന്നൂർ വെൺമണിത്താഴം കണ്ണങ്ങാട്ട് ഹൗസിൽ രാജേഷ് രാധാകൃഷ്ണൻ 40 വയസ്സാണ് റൂബിയിൽ മരണപ്പെട്ടത്. റൂബിയിലെ റെസ്റ്റോറൻറ്റ് ഗ്രൂപ്പിൽ സീനിയർ അക്കൗണ്ടൻ്റായി സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു രാജേഷ് രാധാകൃഷ്ണൻ. പിതാവ് രാധാകൃഷ്ണൻ പിള്ള, മാതാവ് പരേതയായ വിജയലക്ഷ്മിയമ്മ, ഭാര്യ സൗമ്യ ചന്ദ്രൻ, മക്കൾ ദക്ഷിത, സഹോദരങ്ങൾ ജയകൃഷ്ണൻ, രശ്മി രാധാകൃഷ്ണൻ എന്നിവരാണ്. ഭൗതിക ശരീരം തുടർ നടപടികൾക്ക് ശേഷം നാട്ടിൽ കൊണ്ടുപോയി. ശനിയാഴ്ച വൈകിട്ട് 3 മണിക്ക് വെൺമണിയിലുള്ള വസതിയിൽ സംസ്കരിക്കുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. ഇതോടെ ഈ വാർത്ത അവസാനിച്ചു. അടുത്ത വാർത്തയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.